ചേരും. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. നേപ്പാളിൽ യുവാക്കളുടെ പ്രക്ഷോഭത്തിന് പിന്നാലെ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുകയാണ്. ഒലിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണനാണ് ചേരുന്നത്. അഭിലാഷ്, നമ്മൾ കണ്ടു പ്രക്ഷോഭം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പ്രക്ഷോഭം തണുപ്പിക്കാൻ ഒരു രീതിയിലും സർക്കാരിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഒലിക്ക് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ഒരു സമരം അത് പിന്നെ ഒരു സംഘർഷത്തിലേക്കും അതൊരു പ്രക്ഷോഭത്തിലേക്കും ഇപ്പോൾ കലാപത്തിലേക്കും മാറിയ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിക്ക് ഒടുവിൽ രാജിവെക്കേണ്ടി വന്നത്. സമൂഹ മാധ്യമങ്ങൾക്ക് 7 ദിവസത്തെ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഒരു കലാപമായിട്ട് മാറിയതും രാജ്യത്തെ സർക്കാരിന് താഴെ ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്കും കടന്നത്. ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം രാജ്യത്ത് നടന്നിരുന്നു. ഇന്നലെ നടന്നത് ഒരു സമരമായിരുന്നു, അതൊരു സംഘർഷമായി മാറി 20 പേർ കൊല്ലപ്പെട്ടെങ്കിൽ ഇന്ന് അതൊരു കലാപമായി മാറിയിരുന്നു. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും പ്രധാനപ്പെട്ട മന്ത്രിമാരുടെയും വീടുകളെല്ലാം കലാപകാരികൾ കത്തിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. യുവാക്കളായിട്ടുള്ള ആളുകളാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. നേപ്പാളിലെ ഒരു പ്രമുഖ യുവാക്കളുടെ സംഘടന അത് നേതൃത്വം നൽകിയ ഹമി നേപ്പാൾ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു സംഘർഷത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ആ സംഘടനയുടെ യുവാക്കളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും അടക്കമുള്ള വീടുകൾക്ക് തീ വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. ശർമ്മ ഒലി രാജിവെച്ചു, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാജിവെച്ചു. അവരെ രാജ്യത്തിന് പുറത്തേക്ക് എത്തിക്കാനുള്ള, സുരക്ഷിത താവളത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം തടയാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ രാജ്യത്തെ സംഘർഷം നടത്തുന്ന യുവാക്കൾ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എയർപോർട്ടിലേക്ക് ഉള്ള വഴികൾ തടഞ്ഞു. എയർപോർട്ടിൻ്റെ സമീപത്ത് ബോംബിടാനും സ്ഫോടനം നടത്താനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് യുവാക്കൾ എത്തുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഇത് തടയാനായിട്ട് എയർപോർട്ടിന് ചുറ്റും സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഹെലികോപ്റ്ററുകളിലാണ് ഇപ്പോൾ ശർമ്മ ഒലിയെ അടക്കം രാജ്യത്തിന് പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ശർമ്മ ഒലിയെ ദുബായിലേക്ക് എത്തിക്കാനാണ് നീക്കം. UAE ഭരണാധികാരികളുമായിട്ട് നേപ്പാൾ ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ മലയാളികളായിട്ടുള്ള ആളുകളടക്കം ഇന്ത്യക്കാരും നേപ്പാളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇവരോട് ജാഗ്രത പാലിക്കണമെന്നും ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ടുകൊണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നുമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ നേപ്പാളിൽ ഇന്ത്യക്കാരോട് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ UN അടക്കം വിദേശ രാജ്യങ്ങളടക്കം ഇടപെട്ടിട്ടുണ്ട്. കൂടുതൽ സംഘർഷങ്ങളൊന്നുമില്ലാതെ പ്രശ്നം എത്രയും പെട്ടെന്ന് സമവായത്തിലെത്തിച്ച് യുവാക്കളെ പിന്തിരിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് അവിടുന്ന് മറ്റ് രാജ്യങ്ങളും UN അടക്കം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ സൈന്യത്തിന്റെ മേധാവിയാണ് ഇപ്പോൾ കെ.പി. ശർമ്മ ഒലിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. രാജിവെച്ച് പുറത്തു പോകൂ, അതിനുശേഷം രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഈ സമരമെല്ലാം അവർ അടിച്ചൊതുക്കാമെന്നുള്ളൊരു നിലയിലേക്ക് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും സമരക്കാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അഴിമതി ഭരണം എന്ന് അവർ ആരോപിച്ച സർക്കാർ രാജിവെച്ചിരിക്കുന്നു. അവർക്ക് താല്പര്യമുള്ള സമൂഹ മാധ്യമങ്ങൾ ആപ്പുകളെല്ലാം വീണ്ടും രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ ഒരു സമരത്തിനും കലാപത്തിനും ഒരു വിരാമമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അശ്വതി, അഭിലാഷ്, പരമാവധി പിടിച്ചു നിൽക്കാനുള്ള ശ്രമം ഒലി നടത്തി എന്ന് വേണം കരുതാൻ. കാരണം പ്രക്ഷോഭകർ ഈ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ വസതികളടക്കം തീ വെക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി. അതുവരെയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തി. ആ സാമൂഹിക മാധ്യമങ്ങൾ 26 തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. എന്നിട്ടും അടങ്ങാതെ ജൻസി പ്രക്ഷോഭം തുടരുകയായിരുന്ന സാഹചര്യത്തിൽ വഴങ്ങേണ്ടി വന്നതാണ് ഒലിക്ക്. അതെ, അതായത് ഇന്നാണ് ഇതൊരു സംഘർഷം എന്നുള്ളൊരു കലാപത്തിലേക്ക് മാറിയത്. സർക്കാരുമായി ബന്ധപ്പെട്ട്, സർക്കാരിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട്, സർക്കാരിനെ നയിക്കുന്ന പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെട്ട്, പാർട്ടി ഓഫീസ് അടക്കം ഇത്തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട എന്ത് കണ്ടാലും തച്ചു തകർക്കുന്ന ഒരു നിലയിലേക്ക് ഈ സംഘർഷം നയിക്കുന്ന യുവാക്കൾ എത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതികളടക്കം തീയിട്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിയുടെ സ്വകാര്യ വസതിയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ സൈന്യം തിരിച്ചടിക്കുന്നതിൽ 2 പേർക്ക് വെടിയേറ്റു. ഇത്തരത്തിൽ അതിശക്തമായ നിലയിലുള്ള കലാപമാണ് രാജ്യത്ത് അരങ്ങേറിയത്. അതിൽ ഒരു തരത്തിലും, അതായത് ഇവരുടെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ബാൻ ചെയ്ത സമൂഹ മാധ്യമങ്ങൾ ആപ്പുകളെല്ലാം തിരികെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിലൊന്നും അത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ അത്തരത്തിൽ 26 ആപ്പുകളും രാജ്യത്ത് വീണ്ടും പ്രവർത്തിക്കാമെന്നുള്ള അനുമതി സർക്കാർ നൽകിയെങ്കിലും അതിലൊന്നും അടങ്ങാതെ ആണ് ഇപ്പോൾ വീണ്ടും സംഘർഷം ആരംഭിച്ചത്. കെ.പി. ശർമ്മ ഒലി രാജിവെക്കുക,
സർക്കാർ താഴെ ഇറങ്ങുക എന്നുള്ള ഒരൊറ്റ കടുത്ത നിർബന്ധത്തിന് പുറത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കലാപം രാജ്യത്ത് ഈ യുവാക്കൾ അഴിച്ചുവിട്ടത്. എന്തായാലും ഇപ്പോൾ അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം നടപ്പായിരിക്കുന്നു. ഇനി പുതിയ എന്തെങ്കിലും ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുമോ, അവർക്ക് താല്പര്യമുള്ള ആരെങ്കിലും അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർ ബലം പ്രയോഗിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വരും മണിക്കൂറുകളിലാണ് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഇപ്പോൾ സൈന്യത്തിന്റെ ഇടപെടലുകൾ രാജ്യത്ത് ശക്തമാവുന്നുണ്ട്. സർക്കാർ ഇറങ്ങിയ പകരം സൈന്യം രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അശ്വതി. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.